ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസം 26-ാം തീയതി നവമിയാണ്. അന്നാണ് രാമനവമി. രാമനവമിയായിട്ട് ഭാരതത്തിൽ ആഘോഷിക്കുന്നത് 2026 മാർച്ച് 26-ാം തീയതിയാണ്. അന്നാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവതരിച്ചത് എന്നാണ് വിശ്വാസം. അതായത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി തിഥിയിൽ ഉച്ച സമയത്താണ് ഭഗവാൻ അവതരിച്ചത്. രാമനവമിയുടെ സമയത്തെ പറ്റിയിട്ടൊക്കെയുള്ള വിശദമായ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. അതുകൊണ്ട് ആ പൂജാ മുഹൂർത്തം അതെപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യമൊന്നും വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. നവമി തിഥി ആരംഭിക്കുന്നത് 2026 മാർച്ച് 26-ാം തീയതി രാവിലെ 11:48 മുതൽ 27-ാം തീയതി 10:06 രാവിലെ 10:06 വരെയാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് നവമി തിഥി വരുന്ന ദിവസം, അതായത് 26-ാം തീയതി ഉച്ചയ്ക്ക് എപ്പോഴാണോ നവമി തിഥി വരുന്നത് ആ സമയത്താണ് രാമനവമിയായിട്ട് പൊതുവെ അയോധ്യയിലൊക്കെ തന്നെ ആചരിക്കുന്നത്. അതുപോലെ അന്ന് ഉദയത്തിൽ അഷ്ടമിയാണ്. അതുകൊണ്ട് തന്നെ അന്ന് അഷ്ടമി തിഥിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ അഷ്ടമിക്ക് അശോക അഷ്ടമി എന്നാണ് പറയുന്നത്. അതായത് ഹനുമാൻ സ്വാമി അശോകവനികയിൽ സീതാദേവിയെ കണ്ടെത്തിയ ദിവസം ഈ ദിവസമാണ്. അതായത് ചൈത്രമാസത്തിലെ ഒരു ശുക്ലപക്ഷ അഷ്ടമി തിഥിയിലാണ് ഹനുമാൻ സ്വാമി സീതാദേവിയെ അശോകവനികയിൽ വെച്ച് കണ്ടുമുട്ടുന്നത് എന്നും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അടയാളങ്ങൾ ദൂത് സീതാദേവിക്ക് കൈമാറുന്നതും സീതാദേവിയുടെ അടയാളങ്ങൾ ഹനുമാൻ സ്വാമിക്ക് സീതാദേവി കൈമാറുന്നതും ഈ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി തിഥിയിലാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വലിയ പ്രത്യേകതയുള്ള ദിവസമാണ്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി തിഥിയിലാണ് ശ്രീരാമചന്ദ്രൻ ജനിച്ചത്. ഈ കാലഘട്ടത്തിൻ്റെ ഈശ്വരനാണ്. വലിയ പ്രാധാന്യമാണ് ഈ കാലഘട്ടത്തിൽ കലിയുഗത്തിൽ ശ്രീരാമചന്ദ്രന് കൊടുക്കുന്നത്. കാരണം ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് നമ്മളെ കാണിച്ചു തന്ന മര്യാദ പുരുഷോത്തമനാണ് ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ്റെ പിതാവ് ദശരഥ മഹാരാജാവാണ്. ദശരഥ മഹാരാജാവ് അയോധ്യയിലെ രാജാവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ദശരഥ മഹാരാജാവ് ഒരു കാട്ടിലേക്ക് നായാട്ടിന് പോവുകയും അവിടെ വെച്ച് അബദ്ധവശാൽ ഒരു മുനികുമാരനെ വധിക്കുവാനും ഇടയായി. ബഗ് ബഗ് എന്ന ഒരു ശബ്ദം അദ്ദേഹം കേൾക്കുകയും അദ്ദേഹം കരുതുന്നത് ഈ ശബ്ദം ഒരു ആന ഒരു പൊയ്കയിൽ വെള്ളം കുടിക്കുന്ന ശബ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, ഒരു മൃഗം പൊയ്കയിൽ വെള്ളം കുടിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ശബ്ദം കേട്ട ഭാഗത്തേക്ക് അമ്പ് അയക്കുകയും, പക്ഷേ അതൊരു മുനികുമാരൻ കുടത്തിലേക്ക് ജലം ശേഖരിക്കുന്ന ശബ്ദമാണ്. അബദ്ധവശാൽ ഇദ്ദേഹം അയച്ച ആ അമ്പ് കൊണ്ട് ആ മുനികുമാരൻ മരിക്കുകയാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അമ്പ് അയക്കുകയും പിന്നീട് അവിടേക്ക് ചെന്ന് നോക്കുകയും ചെയ്ത ദശരഥ മഹാരാജാവിന് കാണാൻ സാധിക്കുന്നത് ഒരു മുനികുമാരൻ അമ്പുകൊണ്ട് വീണ് കിടക്കുന്നതാണ്. ദശരഥ മഹാരാജാവിന് വളരെയധികം സങ്കടമാണ് തോന്നിയത്. അങ്ങനെ അദ്ദേഹം വളരെയധികം കുറ്റബോധത്തോടുകൂടി ആ മുനികുമാരൻ്റെ അടുക്കലേക്ക് എത്തുന്നു. ഇതിനൊക്കെ കാരണമായ മറ്റു ചില സംഭവ വികാസങ്ങളുണ്ട്. അത് നമുക്ക് രാമായണം വിശദമായി കർക്കിടക മാസത്തിൽ പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ദശരഥ മഹാരാജാവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യം രാമായണത്തിൽ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് ആ അവസരത്തിൽ പറയാം. അങ്ങനെ ഈ മുനികുമാരൻ്റെ അടുക്കലേക്ക് എത്തുകയും ദശരഥ മഹാരാജാവ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു. മുനികുമാരൻ ക്ഷമിച്ചു, അദ്ദേഹം ശപിച്ചില്ല. പക്ഷേ തനിക്ക് മാതാപിതാക്കളുണ്ട്, വൃദ്ധരാണ്, കണ്ണു കാണാൻ കഴിയില്ല. വയസ്സുകാലത്ത് അവർക്കിനി ആരാണ് തുണ എന്ന നിലയിൽ ഈ മുനികുമാരൻ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ മുനികുമാരൻ മരണപ്പെടുകയാണ്. അങ്ങനെ ആ മുനികുമാരൻ്റെ മൃതദേഹവും ചുമന്നുകൊണ്ട് ദശരഥ മഹാരാജാവ്
ഈ കണ്ണ് കാണാൻ വയ്യാത്ത വൃദ്ധരായ ഈ മാതാപിതാക്കളുടെ, ഈ മുനികുമാരൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് എത്തുന്നു. ആദ്യം ഈ മാതാപിതാക്കൾക്ക് മനസ്സിലായില്ല, മകനാണ് വന്നത് എന്ന നിലയിൽ സംസാരിക്കുന്നു. പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത് അവരുടെ മകൻ മരണപ്പെട്ടിരിക്കുന്നു. അതിന് കാരണം ദശരഥ മഹാരാജാവാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. വളരെയധികം ക്രോധത്തോടു കൂടി ഈ വൃദ്ധനായ പിതാവ് ദശരഥ മഹാരാജാവിനെ ശപിക്കുകയാണ്. രാജാവേ, ഞാൻ ശപിക്കുകയാണ്, ഇതുപോലെ പുത്രശോകത്തോടു കൂടി നിങ്ങളും മരിക്കാൻ ഇടവരും. ഞങ്ങൾ രണ്ടാളും പുത്രശോകത്താൽ സഹിക്കുന്ന വേദന നിങ്ങളും അറിയുമെന്ന് ഈ അന്ധകമുനി ദശരഥ മഹാരാജാവിനെ ശപിക്കുന്നു. പക്ഷേ സാധാരണ ശാപം കേൾക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും സങ്കടമാണ് വരുന്നത്. ഇവിടെ ദശരഥ മഹാരാജാവിന് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. അതിന് കാരണം ഇതൊരു ശുഭമന്ത്രമാണ്. ഞാൻ പുത്രമുഖം കണ്ടുകൊണ്ട് ജീവൻ വെടിയും എന്നാണല്ലോ ഇവിടെ ഉദ്ദേശിച്ചത്. മാമുനെ, അങ്ങ് വിഷ്ണുവിനെ പോലെ തന്നെയാണ്, അങ്ങയുടെ വാക്ക് സത്യമാകട്ടെ. ഈ ശാപം കൊണ്ട് എൻ്റെ മനസ്സിൽ സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഇത് ശാപമല്ല, അനുഗ്രഹം ആണ് എന്ന് ദശരഥ മഹാരാജാവ് ഈ അന്ധകമുനിയോട് പറയുന്നു. ധ്യാനദൃഷ്ടിയാൽ ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നാരായണൻ ജനിക്കും എന്ന് ഈ അന്ധക മുനി മനസ്സിലാക്കുകയും രാജാവിനോട് പറയുകയും ചെയ്യുന്നു. രാജാവേ, പൊയ്ക്കൊള്ളുക, ഗദാധരൻ 4 പുത്രന്മാരായി അങ്ങയുടെ ഭവനത്തിൽ ജനിക്കും. എൻ്റെ ശാപം നിമിത്തം പുത്രശോകത്താൽ അങ്ങ് മരിക്കുകയും ചെയ്യും. പുത്രൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ 11 വർഷം കൂടി അങ്ങേക്ക് ജീവിതമുണ്ടാകും എന്ന് ഈ അന്ധകമുനി പറയുന്നു. അതുകൊണ്ട് ദശരഥ മഹാരാജാവിന് വലിയ സന്തോഷമായി എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ സന്തോഷമായത്? കാരണം ആ നിമിഷം വരെ, ഈ ശാപം ലഭിക്കുന്ന ആ നിമിഷം വരെ ദശരഥ മഹാരാജാവിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. വിവാഹം കഴിച്ചു, പക്ഷെ പുത്രന്മാരില്ല. ആ ഒരു ദുഃഖത്തിൽ കഴിയുന്ന അവസരത്തിലാണ് ഈ അന്ധകമുനി ദശരഥ മഹാരാജാവിനോട് പറയുന്നത് പുത്രശോകത്താൽ മരണപ്പെടുമെന്ന്. പുത്രശോകത്താൽ മരണപ്പെടണമെങ്കിൽ പുത്രൻ ഉണ്ടാകണം, അല്ലേ? അപ്പോൾ പുത്രൻ ഉണ്ടാകുമല്ലോ എന്ന ഒരു ആശ്വാസം ദശരഥ മഹാരാജാവിന് അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു ആശ്വാസത്തിലാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു, പക്ഷെ പുത്രൻ ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ്? തനിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ പുത്രനില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണേണ്ടത് എന്ന് ദശരഥ മഹാരാജാവ് ചിന്തിക്കുകയും പിന്നീട് അദ്ദേഹം ധാരാളം മഹർഷിമാരെ, വസിഷ്ഠൻ മുതലായ മഹർഷിമാരെ എല്ലാവരെയും വിളിച്ച് ചേർത്തു. എന്നിട്ട് ദശരഥ മഹാരാജാവ് അവരോടെല്ലാവരോടും കൂടി ചോദിക്കുകയാണ്, എനിക്കിതുവരെ സന്തതികൾ ഉണ്ടായിട്ടില്ല, വംശം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? എൻ്റെ ശ്രാദ്ധാദി ക്രിയകൾ ആരാണ് ചെയ്യുന്നത്? എനിക്ക് 9000 വയസ്സായി. പ്രഭാതത്തിൽ മനുഷ്യർ പുത്രനില്ലാത്തവൻ്റെ മുഖം കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അതായത് കണി കാണാൻ പോലും കൊള്ളില്ല പുത്രനില്ലാത്തവനെ എന്ന നിലയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ പ്രഭാതത്തിൽ പിതൃതർപ്പണത്തിനെടുക്കുന്ന തണുത്ത ജലം ചുടുശ്വാസം കൊണ്ട് ചൂടുള്ളതായി തീരുന്നു. ഞാൻ മരിച്ചാൽ ആരാണ് എൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നത്? അന്ധകമുനി ഒരു വരമാണ് എനിക്ക് നൽകിയത്. എനിക്ക് പുത്രൻ ഉണ്ടാകുമെന്നും പുത്രശോകത്താൽ മരണപ്പെടും എന്നും ഒരു വരം നൽകിയിട്ടുണ്ട്. ഋഷ്യശൃംഗനെ കൊണ്ടുവന്ന് യാഗം ചെയ്താൽ പുത്രൻ ഉണ്ടാകും എന്ന് അന്ധകമുനി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഋഷ്യശൃംഗൻ എവിടെയുണ്ട്? അദ്ദേഹത്തെ ഒന്ന് വിളിച്ചുകൊണ്ട് വരണം, അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യണമെന്ന് ദശരഥ മഹാരാജാവ് ഈ മഹർഷിമാരോട് എല്ലാവരോടും പറയുന്നു. അപ്പോൾ വസിഷ്ഠ മഹർഷി ഋഷ്യശൃംഗൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദശരഥ മഹാരാജാവിന്. അതൊക്കെ വളരെ വിശദമായിട്ട് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലോമപാദൻ എന്ന രാജാവിൻ്റെ മരുമകനാണ്, പുത്രിയുടെ ഭർത്താവാണ് ഇപ്പോൾ
ഋഷ്യശൃംഗൻ എന്ന കാര്യം കൂടി പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ലോമപാദൻ്റെ മകളെപ്പറ്റി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ലോമപാദൻ ദശരഥ മഹാരാജാവിൻ്റെ കൂട്ടുകാരനാണ്. ലോമപാദന് മക്കളുണ്ടായിരുന്നില്ല. മക്കളില്ലാത്ത ലോമപാദന് ദശരഥ മഹാരാജാവ് തൻ്റെ പുത്രിയായ ശാന്തയെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലോമപാദൻ്റെ ദത്തുപുത്രിയാണ് ശാന്ത. ഈ ശാന്തയെയാണ് ഋഷ്യശൃംഗൻ വിവാഹം കഴിച്ചത്. ആ നിലയ്ക്ക് വരുമ്പോൾ തൻ്റെ പുത്രിയുടെ ഭർത്താവാണ്, അമ്മായിയച്ഛനാണ് ദശരഥ മഹാരാജാവ്. ദശരഥ മഹാരാജാവിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ആ നിലയിൽ ജനിച്ച പുത്രിയാണ് ശാന്ത. അങ്ങനെ മഹർഷിമാരിൽ നിന്നും ഋഷ്യശൃംഗൻ്റെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞ ദശരഥ മഹാരാജാവ് ലോമപാദൻ്റെ കൊട്ടാരത്തിലെത്തുകയും ഋഷ്യശൃംഗനെ തൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഋഷ്യശൃംഗൻ ദശരഥ മഹാരാജാവിൻ്റെ രാജ്യമായ അയോധ്യയിലേക്ക് എത്തിച്ചേരുന്നു. പിന്നീട് ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി എന്ന യാഗമാണ് നടത്തുന്നത്. ഏകദേശം 1 വർഷം നീണ്ടു നിൽക്കുന്ന യാഗമാണ് അവിടെ നടന്നത്. ആ യാഗവേദിയിലേക്ക് മഹാവിഷ്ണു എഴുന്നള്ളി എന്നാണ് രാമായണം പറയുന്നത്. ശ്രീധരനാണ് ജനിക്കാൻ പോകുന്നത് എന്ന് ഋഷ്യശൃംഗന് മനസ്സിലാവുകയും ആ കാര്യം ഋഷ്യശൃംഗൻ ദശരഥനോട് പറയുകയും ചെയ്യുന്നുണ്ട്. മഹാരാജാവേ, അങ്ങ് പുണ്യവാനാണ്. അങ്ങയുടെ കുടുംബത്തിൽ ശ്രീഹരി ജനിക്കുവാൻ പോകുന്നു. ഇങ്ങനെയൊരു ആകാശവാണി കേൾക്കാൻ ഇടയായി എന്ന് ഋഷ്യശൃംഗൻ ആ യജ്ഞവേദിയിൽ വെച്ച് ദശരഥ മഹാരാജാവിനോട് പറയുന്നു. ആ സമയത്ത് അഗ്നിയിൽ ആഹൂതി അർപ്പിക്കുകയാണ് ഋഷ്യശൃംഗൻ. വിഷ്ണു രൂപത്തിൽ യജ്ഞപ്രസാദ പായസം അവിടെ കാണുന്നു. ഋഷ്യശൃംഗൻ വിഷ്ണു മന്ത്രം കൊണ്ട് അതിനെ പൂജിക്കുന്നു. ആ അന്ധകമുനി നടത്തിയ ആ ഒരു ആശീർവാദം ആ പായസത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ ശുഭമുഹൂർത്തം എത്തുന്നു. ആ ശുഭമുഹൂർത്തത്തിൽ ഋഷി അത് ദശരഥ മഹാരാജാവിന് നൽകുന്നു. തളിച്ച് ശുദ്ധമാക്കിയ വഴിയിലൂടെ ദശരഥ മഹാരാജാവ് ഈ പായസവും കൊണ്ട് അന്തഃപുരത്തിലേക്ക് നടക്കുന്നു. ഒന്നായിരിക്കുന്ന ചെരുവിനെ 2 പങ്കാക്കി ആദ്യ പങ്ക് കൗസല്യയ്ക്കും രണ്ടാമത്തെ പങ്ക് കൈകേയിക്കും ദശരഥ മഹാരാജാവ് നൽകുന്നു. അതിനുശേഷം ദശരഥൻ യജ്ഞശാലയിലേക്ക് തിരികെ പോകുന്നു. ആ സമയത്ത് സുമിത്രയ്ക്ക് വിഷമമുണ്ടാകുന്നു. രാജാവ് എനിക്കൊന്നും തന്നില്ലല്ലോ, ഞാൻ ദൗർഭാഗ്യവതിയായി പോയല്ലോ എന്ന ചിന്ത ആ നിമിഷം സുമിത്രയ്ക്ക് ഉണ്ടാകുന്നു. 2 രാജ്ഞിമാർക്കും സുമിത്രയോട് ദയ തോന്നുകയും നമ്മൾ 3 പേരും സഹോദരിമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഇതുകൊണ്ട് പുത്രൻ ജനിക്കുമെങ്കിൽ എൻ്റെ പങ്കിൻ്റെ പകുതി ഞാൻ നിനക്ക് തരാം, ആ പുത്രൻ എൻ്റെ പുത്രൻ തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൗസല്യ തനിക്കു കിട്ടിയ പായസത്തിൻ്റെ 1 പങ്ക് സുമിത്രയ്ക്ക് നൽകുന്നു. ഉടൻ തന്നെ കൈകേയിയും തനിക്ക് കിട്ടിയ പായസത്തിൻ്റെ 1 പങ്ക് സുമിത്രയ്ക്ക് നൽകുന്നു. ഈ വിവരം അറിഞ്ഞ ദശരഥ മഹാരാജാവ് വളരെയധികം സന്തോഷവാനായി തീരുകയും ചെയ്യുന്നു. പിന്നീട് ഈ 3 റാണിമാരും ഒരേ സമയം ഗർഭം ധരിക്കുകയും പിന്നീട് രാമായണത്തിൽ അവരുടെ ഗർഭകാല ശുശ്രൂഷയെപ്പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. അങ്ങനെ റാണിമാർ 3 പേരും ഈ പായസം ഭക്ഷിച്ചതോടുകൂടി
കോടി സൂര്യപ്രഭ ഉള്ളവരായി തീരുകയാണ് ഈ റാണിമാർ. അവർക്ക് ജരാനര ബാധിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഈ ഗർഭമുണ്ടായ ആ നിമിഷം മുതൽ ഇവർക്ക് യൗവനമുണ്ടായി എന്ന് രാമായണം പറയുന്നു. ഈ പായസം ഭക്ഷിച്ചതോടുകൂടി ഇവർ ഋതുമതികളായി തീർന്നു എന്നും, കാരണം വൃദ്ധരായിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ ഒന്നിച്ച് ഋതുമതികളായി എന്നും, അതിനുശേഷം പിന്നീട് 5-ാം മാസത്തിൽ 3 പേരും ഗർഭിണികളായി, അതായത് ഈ പായസം ഭക്ഷിച്ച് 5 മാസം ആയപ്പോഴേക്കും 3 പേരും ഗർഭിണികളായി എന്നും പറയുന്നു. പിന്നീട് ഗർഭകാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെ പറ്റിയൊക്കെ തന്നെ രാമായണത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പ്രസവ ലക്ഷണങ്ങൾ ആദ്യം കണ്ടത് കൗസല്യ ദേവിക്കാണ്. മധുചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമിയിൽ ശുഭമുഹൂർത്തത്തിൽ ലോകനാഥൻ ഭൂമിയിൽ അവതരിച്ചു. കോടി സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചതുപോലെ, ഇരുട്ടിൽ 1000 തിരികൾ കത്തിച്ചു വെച്ചതുപോലെ ശ്യാമള ശരീരവുമായി ശ്രീപതി ജനിക്കുകയാണ് കൗസല്യാദേവിയുടെ അന്തഃപുരത്തിൽ. ആ ദിവസമാണ് വരാൻ പോകുന്നത്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി 2026 മാർച്ച് മാസം 26-ാം തീയതി. ഈ കഥയാണ് നമ്മൾ അറിയേണ്ടത്. കർക്കിടക മാസത്തിൽ നമ്മൾ സാധാരണയായിട്ട് രാമായണം വളരെ വിശദമായി തന്നെ കഥ രൂപത്തിൽ പറയാറുണ്ട്. മാധവത്തിൻ്റെ കൂടെ വർഷങ്ങളായി സഞ്ചരിക്കുന്ന എല്ലാവർക്കും അറിയാം. അടുത്ത കർക്കിടകത്തിലും നമുക്ക് രാമായണം വിശദമായി തന്നെ പറയാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എന്തായാലും 26-ാം തീയതി നിങ്ങളെല്ലാവരും ശ്രീരാമചന്ദ്രസ്വാമിയെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ ഈ കഥ ഒന്നുകൂടി രാമായണത്തിലെടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ തന്നെ ഒന്നുകൂടി കേൾക്കുകയോ ചെയ്യണം. എന്നിട്ട് ഈ കഥ ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയോ, ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യണം. കാരണം അന്നത്തെ ദിവസം ഭഗവാന്റെ ഈ കഥ നമ്മൾ നിർബന്ധമായും ഓർക്കണം. വളരെ ചുരുക്കിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞു തന്നത്. ഇത്രയുമൊന്നുമല്ല രാമായണത്തിലുള്ളത്. വളരെ വിശദമായിട്ട് തന്നെ, അതായത് അധ്യാത്മരാമായണത്തിലല്ല, അധ്യാത്മരാമായണത്തിൽ ചുരുക്കിയാണ്, ഒരു തത്തയെക്കൊണ്ട് പാടിക്കുന്ന രീതിയിൽ വളരെ ചുരുക്കിയാണ് നമ്മുടെ മലയാളികൾ വായിക്കുന്ന അധ്യാത്മരാമായണത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഭാരതത്തിൽ ധാരാളം രാമായണങ്ങളുണ്ട് അല്ലേ? വാൽമീകി രാമായണം, തുളസീദാസ രാമായണം, കമ്പരാമായണം, കൃത്തിവാസ രാമായണം, അധ്യാത്മരാമായണം, ഇങ്ങനെ ധാരാളം രാമായണങ്ങളുണ്ട്. അതിൽ തന്നെ അധ്യാത്മരാമായണത്തിലാണ് വളരെ ചുരുങ്ങിയ നിലയിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ വാൽമീകി രാമായണത്തിലും തുളസീദാസ രാമായണത്തിലും കമ്പരാമായണത്തിലും കൃത്തിവാസ രാമായണത്തിലും ഒക്കെ തന്നെ വളരെ വിശദമായി തന്നെ നമ്മുടെ അധ്യാത്മരാമായണത്തിൽ ഇല്ലാത്ത പല കഥകളും എഴുതിയിട്ടുമുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഓരോ രാമായണത്തിലും കാണാനും സാധിക്കും. കാരണം ഇതെല്ലാം വാൽമീകി രാമായണത്തിൽ നിന്നും പകർത്തി എഴുതിയിട്ടുള്ളതാണ്. ഓരോ ദേശത്തെ ആളുകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഗ്രന്ഥകർത്താക്കൾ അത് പകർത്തി എഴുതുമ്പോൾ കുറേയൊക്കെ അവരുടെ ചില കാര്യങ്ങൾ കൂടി, വാസനകൾ കൂടി അതിൽ ഉണ്ടാകും. എങ്കിലും അടിസ്ഥാനപരമായി എല്ലാം ഒന്ന് തന്നെ. പിന്നെ ചില കഥകൾ ചില സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ, വായനക്കാരുടെ ആ ഒരു മനസ്സിൻ്റെ ആഗ്രഹമനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് പല രാമായണങ്ങളിലും കാണാനായിട്ട് സാധിക്കും. പക്ഷേ അടിസ്ഥാനപരമായി കഥയെല്ലാം ഒന്ന് തന്നെ, എങ്കിലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പലപ്പോഴും സാധിക്കും. അത് ഞാൻ കഥ പറയുമ്പം തന്നെ പലരും നമുക്ക് കമൻ്റ് ഇടും, ഇങ്ങനെയല്ലല്ലോ ഇതിനു മുമ്പ് ഞാൻ ഈ കഥ കേട്ടത് എന്ന് പലരും പറയും. കാരണം നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായ പല കഥകളും മറ്റു പല രാമായണങ്ങളിലുമുണ്ട്. അതുകൊണ്ട് ഞാനെപ്പോഴും കഥ പറയുന്നത് അധ്യാത്മരാമായണം മാത്രം നോക്കിയിട്ടല്ല, മറ്റു രാമായണങ്ങൾ കൂടി പഠിച്ചതിന് ശേഷം അതിലുള്ള കഥകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്തായാലും ഈ രാമനവമി ദിവസം നിങ്ങൾ ഭഗവാന്റെ ഈ
ജനന കഥ, അവതാര കഥ നിർബന്ധമായും കേൾക്കണം. അതുകൂടാതെ അന്ന് രാവിലെ അഷ്ടമി തിഥിയുണ്ട്, ഉദയത്തിൽ അഷ്ടമിയാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസമാണ് ഹനുമാൻ സ്വാമി അശോകവനികയിൽ എത്തുന്നതും സീതാദേവിയെ അശോകവനികയിൽ കണ്ടുമുട്ടുന്നതും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അടയാളം കൈമാറുന്നതും സീതാദേവിയെ ആശ്വസിപ്പിക്കുന്നതും സീതാദേവി തിരിച്ച് അടയാളം രാമന് കൊടുക്കുന്നതിന് വേണ്ടി ഹനുമാനെ ഏൽപ്പിക്കുന്നതും ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി തിഥിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ അഷ്ടമിക്ക് അശോക അഷ്ടമി എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. ഹനുമാൻ സ്വാമിയെയും ശ്രീരാമചന്ദ്ര സ്വാമിയും ഒക്കെ പ്രാർത്ഥിക്കുന്നതിന്, രാമായണം പാരായണം ചെയ്യുന്നതിനൊക്കെ തന്നെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അയോധ്യയിലൊക്കെ വളരെ വിശേഷപ്പെട്ട രീതിയിലാണ് ഈ ദിവസം കൊണ്ടാടുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, രാമനാമം ജപിക്കുക. രാമനാമം ജപിക്കുന്നതിന് മുന്നോടിയായിട്ട് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. എങ്കിൽ മാത്രമേ രാമനാമം ജപിച്ചതുകൊണ്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ. അത് ശ്രീരാമചന്ദ്രൻ ഹനുമാന് നൽകിയ വരമാണ്. അതൊക്കെ രാമായണത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. കഥ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.